ഈ ഡിസംബറിൽ ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്ര പോകാൻ പ്ലാനുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഇക്കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കുക. പോകുമ്പോൾ ഹരിത നികുതി കൂടി അടയ്ക്കാൻ തയ്യാറാകണം. അന്തരീക്ഷ മലിനീകരണം തടയാനും പരിസ്ഥിതി സംരക്ഷിക്കാനുമാണ് ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. മസൂറി, നൈനിറ്റാൾ, ലാൻസ്ഡൌൺ തുടങ്ങിയ സുന്ദരമായ ഹിൽ സ്റ്റേഷനുകളുള്ള സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. തടാകങ്ങളുടെ പർദീസയായാണ് നൈനിറ്റാൾ അറിയപ്പെടുന്നത്. നയനമനോഹരമായ ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ ഡിസംബർ ആകുമ്പോഴേക്കും വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. കോടമഞ്ഞിന്റെ കുളിരണിഞ്ഞ നൈനിറ്റാളിലേക്ക് ആഴ്ന്നിറങ്ങാനെത്തുന്ന സഞ്ചാരികൾ പക്ഷേ ഭൂമിയുടെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന പ്രവൃത്തികളാണ് ചെയ്യുന്നതൊക്കെയും. ഇതിന് തടയിടാൻ കൂടിയാണ് ഹരിത നികുതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. വാഹനത്തിന്റെ തരമനുസരിച്ച് നികുതി നിരക്കുകളിൽ വ്യത്യാസമുണ്ടാകുമെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചെറിയ യാത്രാ വാഹനങ്ങൾക്ക് 80 രൂപയും ചെറിയ ചരക്ക് വാഹനങ്ങൾക്ക് 250 രൂപയും ബസ്സുകൾക്ക് 140 രൂപയും ട്രക്കുകൾക്ക് 120 മുതൽ 700 രൂപയാണ് നികുതി നിരക്ക്. ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചായിരിക്കും നികുതി പിരിക്കുക. देखिए, पिछले कुछ सालों से ट्रेंड अभी चल रहा है कि जब दिवाली के बाद, क्योंकि दिल्ली एनसीआर जितना रीजन है उसमें एक्यूआई लेवल बहुत बढ़ जाता है, तो अनहेल्दी हो जाता है वहां का एटमॉस्फेयर, तो लोग जो है थोड़ा सा रुक करते हैं टुवर्ड्स हिल स्टेशन, जैसे नैनीताल है, मसूरी है, इन लोगों का रुक रहता है. तो इस बार भी हमको पूरी उम्मीद है कि अभी क्योंकि दिल्ली में पोल्यूशन हो रहा है, दिवाली भी आजकल में निपट जाएगी, तो उसके बाद में उम्मीद है कि अगले 4-5 दिन तक नैनीताल में दिल्ली एनसीआर का टूरिस्ट आएगा. ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ, ഇലക്ട്രിക് CNG വാഹനങ്ങൾ, ആംബുലൻസ് എന്നിവയെ ഹരിത നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഹരിത നികുതി ഏർപ്പെടുത്തിയത് നല്ല തീരുമാനമെന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത്. ग्रीन टैक्स मेरे हिसाब से वर्थ है. अगर हम ब्यूटी का कोई भी जगह पे हम जाते हैं, जैसे कि मेला में जाते हैं, तो एंट्री पे भी हमसे टिकट लेते हैं. तो वैसे ही अगर हम इस चीज का अगर मजा ले रहे हैं ब्यूटी का, तो उस पर अगर सरकार कुछ अमाउंट ले रही है टू मेंटेन दैट ब्यूटी, तो उसमें कोई गलत नहीं है. अगर टूरिस्ट आ रहे हैं और ब्यूटी का मजा ले रहे हैं, तो उसका कहीं ना कहीं फिर अगर उनको थोड़ा उस ब्यूटी को मेंटेन करने के लिए अगर पे करना पड़ रहा है, उसमें गलत क्या है.